എനിക്ക് എവിഡൻസ് സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് കോടതിയെ തെളിയിച്ചുകൊണ്ടുള്ള നീതി മാത്രമാണ് എനിക്ക് വേണ്ടത്. അതിന്ന് ഇവിടെ തോറ്റിരിക്കുന്നു. എനിക്ക് വളരെയധികം വിഷമമുണ്ട്. പണത്തിനും ലോബികൾക്കും അപ്പുറത്ത് നിന്ന് നീതിപീഠം ജനാധിപത്യത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകൾക്ക് വേണ്ടി. പക്ഷെ നമ്മൾ തളരരുത്. കാരണം നമുക്ക് ഇതിന് മേലെയും നമുക്ക് കേസുകൾ ഫൈറ്റ് ചെയ്യാം, വിധി വാങ്ങിച്ചെടുക്കണം. കാരണം ഈ അതിജീവിത കടന്നുപോയ ഒരു മെന്റൽ ട്രോമയുണ്ട്. ആ ട്രോമ ആരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ത്രീകളും കടന്നു പോകുന്ന മെന്റൽ ട്രോമയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്. അവരെ ആര് സംരക്ഷിക്കപ്പെടും? ഇന്ന് അവർ കടന്നു പോകുന്ന മെന്റൽ ട്രോമ ഉണ്ടാവാം. അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷക കടന്നു പോകുന്ന ഒരു മെന്റൽ ട്രോമ ഉണ്ടാവാം. ഞാനും ഇതുപോലെ ഒരുപാട് കേസിൽ കടന്നുപോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇങ്ങനെ ഒരു വിധി ഞാൻ ഒരിക്കലും ഒരു അഭിഭാഷക എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സ്ത്രീകൾക്ക് നീതി കിട്ടും. കാരണം അതിജീവിത വ്യക്തമായ തെളിവുകളുണ്ട്. അതായത് ഇതിൽ നേരത്തെ ഒരാൾ പറഞ്ഞു കേട്ടു, പിന്നെ ഇമോഷണൽ അനുസരിച്ച് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിയോട് പ്രവർത്തിക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. കോടതിയിൽ വ്യക്തമായി ഇത്രയും 8 വർഷം നീണ്ട കേസല്ലേ ഇത്. പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം നടന്നു, തെളിവുകളെല്ലാം നടന്നല്ലോ. ഇത്രയും സമയമെടുത്ത് കോടതി കണ്ടെത്തുമ്പോൾ അത് നീതിയുക്തമായ ഒരു വിധിയായിരിക്കണം. നീതി 8 വർഷം അതിജീവിത കടന്നുപോയതാണ്. അപ്പോൾ ഒരു വിധി പറയുമ്പോൾ ഇനി വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നമുണ്ടെങ്കിൽ മാന്യമായി രാജിവെക്കണം. എനിക്കിത് പറയാൻ പറ്റില്ല, ഈ വിധി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് പ്രശ്നങ്ങളുണ്ട്. എന്നാലും നമ്മൾ എത്തിക്സ് വിട്ട് കളിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിധിയിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകളുടെ പക്ഷത്ത് തന്നെയാണ്. സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണം. കാരണം ഇത്രയും ശക്തമായിട്ട് ആ ഫിലിം ഇൻഡസ്ട്രി തന്നെ മാറ്റങ്ങൾ ഉണ്ടായതും ഇന്ന് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന വനിത പോലും ഇവർക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഇവർക്ക് ഈ ചാൻസ് വാങ്ങിച്ചു കൊടുത്തത് ഈ ലേഡി ആയിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു സത്യമാണ്. അവർ ശബ്ദമുയർത്തിയപ്പോൾ അതിനു മുന്നേ എന്താണ് പറഞ്ഞത്? ഇതിനു മുന്നേയും പല കൊട്ടേഷനും റേപ്പുകളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും മൗനം പാലിച്ചെടുത്ത് ഇവിടുത്തെ അതിജീവിത ശക്തമായി മുന്നോട്ട് വന്ന ഒരു വനിതയാണ്. വ്യക്തിത്വമുള്ള ഒരു വനിതയാണ്, സ്ത്രീത്വമുള്ള ഒരു വനിതയാണ്. ആ വനിതയാണ് ഇന്ന് അവരുടെ ഇമോഷണലാണ്, അവരുടെ